നിങ്ങൾ പൊറുക്കലിനെ തേടൂ എന്ന അർത്ഥത്തിൽ നിന്ന് വന്നതാണ് പശ്ചാത്താപം എന്നുള്ളത്. തവക്കുറു എന്ന് പറഞ്ഞാൽ പൊറുക്കലിനെ തേടുകയാണെന്നല്ല, അറിവിന്റെ പൂർണ്ണതയെ അന്വേഷിക്കുക. എന്നാൽ യുറുസിലി സമാ അലൈക്കും മിതറാറ, നിങ്ങൾ പൊറുക്കലിനെ തേടിയാൽ, നിങ്ങൾ ഇസ്തിഗ്ഫാർ നടത്തിയാൽ ആകാശത്തെ നിങ്ങളിലേക്ക് അവൻ അയച്ചു തന്നുകൊണ്ടേയിരിക്കും തടസ്സമില്ലാതെ. എന്നാൽ ആകാശം അയച്ചു അപ്പൊ അവര് മഴാനാക്കും, സമാവിനപ്പം മഴാനാക്കും. ആകാശം എങ്ങനെയായി യുറുസിലി സമാ അലൈക്കും മിതറാറ, മിതറാറ് തടസ്സമില്ലാതെ ആകാശത്തെ നിങ്ങൾക്ക് അയച്ചു തന്നുകൊണ്ടേയിരിക്കും എന്ന് പറയുമ്പോ അപ്പൊ മഴാനാക്കും. പൊറുക്കലിനെ തേടിയ മഴ കിട്ടും. നീ മഴയാന്ന് തന്നെ ആക്കാം. എന്നാ അങ്ങനെയാണെങ്കിൽ ഞാൻ 1000 പൊറുക്കലിനെ തേടാം, ഒരു മഴയൊന്ന് കിട്ടട്ടെ. നേരെ മറിച്ച് അറിവിന്റെ പൂർണ്ണതയ്ക്ക് വേണ്ടി നിങ്ങൾ പ്രവർത്തിക്കൂ, അന്വേഷിക്കൂ, അതിനുവേണ്ടി പരിശ്രമിക്കൂ. എന്നാൽ വിശാലമായ അറിവിന്റെ ആകാശങ്ങൾ നിങ്ങൾക്ക് തുറന്നു തരും അവൻ. വിശാലമായ അറിവിന്റെ ആകാശം നിങ്ങൾക്ക് അവൻ തുറന്നു തരും. ഇതിങ്ങനെ വായിക്കരുത് എന്നാണ്. ഇങ്ങനെ വായിച്ചാൽ വിമർശിക്കാൻ പഴുതില്ല. ഇതിന് യുക്തിവാദികൾക്കും നിരീശ്വരവാദികൾക്കും പിന്നെ ഇടമില്ല. അതുകൊണ്ട് അവർ പറയുന്നത് ഖുർആൻ എങ്ങനെയൊന്നും വായിക്കാൻ പറ്റില്ല, ആ പാരമ്പര്യ വായനയിൽ തന്നെ വായിച്ചാൽ മതി. എന്തിനാ നിങ്ങൾ ഇത്ര ഇറങ്ങാറായിട്ട് ഇങ്ങനെയൊക്കെ വായിക്കണമെന്നാണ് ഞങ്ങളോട് ചോദിക്കുന്നത്. ഞങ്ങൾക്ക് ആയിഷാബിയുടെ കല്യാണം, നബിയുടെ പെണ്ണുകെട്ടും, ആ യുദ്ധം, സ്വത്തോഹരി വെക്കലും ഇതൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾക്ക് സ്റ്റേജ് കെട്ടി വിമർശിക്കണം. അത് നിങ്ങളുടെ ഈ വായന കൊണ്ട് വല്ലാതെ ഇറങ്ങാറായിരിക്കണം. അതുകൊണ്ട് നിങ്ങൾ ഈ വ്യാഖ്യാന ഫാക്ടറിയിൽ കയറ്റിയിട്ട് ഇങ്ങനെ വ്യാഖ്യാനിക്കൊന്നും വേണ്ട. ആകാശത്തെ അയക്കുന്നതന്നെ ആകാശത്തെ അയക്കുന്നതന്നെ പറഞ്ഞാൽ മതി. എന്നിട്ട് ഞങ്ങൾക്ക് പറയണം പുറക്കന്നെ തേടിയിട്ട് എവിടെ ആകാശം വരുന്നു ഞങ്ങൾക്ക് ചോദിക്കണം. എന്നാലല്ലോ ഞങ്ങൾക്ക് മൈക്ക കെട്ടാൻ അവസരം എന്നതിൽ പറയുന്നത്. നിങ്ങൾ കെട്ടിക്കോളി, ഒരു കുഴപ്പമില്ല. പക്ഷെ ഞങ്ങളിങ്ങനെ വായിക്കുന്നത് യുറസിലി സമാന, വിശാലമായ അറിവിന്റെ ആകാശം നിങ്ങൾക്ക് തുറന്നു തരും. വൈദക്കൊലുത്തം യാ മൂസാൽ എന്ന ഒന്നിനൊക്കെ ഹത്താൻ അറല്ലാഹ ബഹ്റൻ. ഈ ഇതിലിനെ സ്വീകരിച്ച ആൾക്കാർക്ക് അള്ളാനെ സ്പഷ്ടവും വ്യക്തവുമായി കാണണം എന്ന് പറഞ്ഞാൽ അത് നടക്കൂല. അള്ളാഹു എന്ന യാഥാർത്ഥ്യത്തെ വ്യക്തമായി സ്പഷ്ടമായി കണ്ടെത്തണമെങ്കിൽ അവന് ഇതിലിനെ ഒഴിവാക്കണം. ഈ ഇതിലിനെ ഒഴിവാക്കിയവരാണ് അള്ളാഹുവിനെ സ്പഷ്ടമായി കാണാമെന്ന യാഥാർത്ഥ്യങ്ങൾ വ്യക്തമായി മനസ്സിലാകാനാണ്. അത് ഞങ്ങൾക്ക് വ്യക്തമായി ഗ്രഹിക്കാനും ഉൾക്കൊള്ളാനും സ്വീകരിക്കാനും കഴിയണം. എങ്ങനെ കഴിയും ഞങ്ങൾ പറയും. ഇതിലിനെ സ്വീകരിച്ചവർക്ക് സാധിക്കും. ഈ മിജ്ഹർ എന്ന് പറഞ്ഞാൽ മൈക്രോസ്കോപ്പ് എന്നാണ്. മലമൂത്രമൊക്കെ പരിശോധിക്കുന്ന സ്ഥലം ഉണ്ടാവുമല്ലോ, ആ മെഷീൻ, അതിനൊക്കെ മിജ്ഹർ എന്നാണ്. ആകാശത്ത് നമുക്ക് കാണാത്ത വസ്തുക്കളൊക്കെ കാണാൻ ഉപയോഗിക്കുന്ന ഈ ടെലസ്കോപ്പ് ഉണ്ട്, അതിന് മിജ്ഹർ എന്ന് പറയും. അതാണ് ജഹർ. അത് നമുക്ക് വ്യക്തമായി കാണൂല. അപ്പൊ അതിനെ വ്യക്തമായി എന്താണ് എന്ന് സൂക്ഷ്മമായി അറിയാൻ ഉപയോഗിക്കുന്ന ഉപകരണത്തിന് അറബിയിൽ പറയുന്ന പേര് മിജ്ഹർ എന്നാണ്. അതാണ് ജഹർ. അതാണ്. അല്ലാതെ പിന്നെ അള്ളങ്ങട് ഞങ്ങളുടെ മുമ്പിലങ്ങട് വന്ന് നിൽക്കണം എന്നല്ല. മൂസക്ക് അള്ളാനെ കണ്ടു. എങ്ങനെയാണ് മൂസ അള്ളാനെ കണ്ടത്? മൂസയുടെ മല പൊടിഞ്ഞപ്പോഴല്ലേ മൂസയാണൊക്കെ എന്നെ കാണണം, ആ മലയിലേക്ക് നോക്കുന്ന പറഞ്ഞു. ആ മലയിലേക്ക് നോക്കുന്ന പറഞ്ഞത്. ആ മലയിലേക്ക് നോക്കിയാൽ അവിടെ നിനക്ക് എന്നെ കാണാനാ. ഇവന്റെ അജ്ഞതയുടെ മലയാണതേ. ആ അജ്ഞതയുടെ മല പൊടിയുമ്പോഴാണ് യാഥാർത്ഥ്യമാവുന്ന അള്ളാഹു വെളിവാകുക. അല്ലാതെ ഈ പടച്ചോന്ന് പറയുന്ന ഒരു സാധനം മൂസനം മുമ്പില് അത് കർത്തന്റെ പിന്നിൽ നിന്നിട്ടേ മൂപ്പര് സംസാരിക്കുള്ളൂ. അള്ളാഹിനെ മറക്കാൻ പറ്റിയ കർത്തന ഏതങ്ങളെന്ന് പറഞ്ഞു. അള്ളാഹു 3 രൂപത്തിലെ മനുഷ്യരോട് സംസാരിക്കുള്ളൂ. ഒന്ന് മിമ്പറായി ഹിജാബിൻ, ഒരു കർത്തന്റെ പിന്നിനെ ഞാൻ സംസാരിക്കുള്ളൂ. കർത്തന്റെ പിന്നിൽ എങ്ങനെയാ അള്ളാഹ് സംസാരിക്കുക? അപ്പൊ അള്ളാന്റെ രൂപം എന്താ? അള്ളാഹ്ക്ക് മറഞ്ഞു നിൽക്കാൻ പറ്റിയ കർത്തന ഏതാ? എനിക്ക് മനസ്സിലായില്ല. എന്നിട്ട് ഈ പൊട്ടത്തരൊക്കെ എഴുതിയിട്ട് ഇത് നമ്മൾ ശരിക്കും വായിക്കുമ്പോ അതങ്ങനെ വായിക്കണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ എന്താ നമ്മൾ പറയും?